നമ്മുടെ ഗോവിന്ദൻ സഖാവ് വന്നിട്ടുണ്ട് ചാനലുകാരുടെ മുന്നിൽ. അപ്പോൾ ഇപ്പോൾ പറയണത് എന്താ അറിയോ, വടകരയിലും നാദാപുരത്തും ബി ജെ പിൻ്റെ വോട്ട് യു ഡി എഫ് വാങ്ങിയാണ്. ബി ജെ പിയും യു ഡി എഫും ധാരണ ഉണ്ട്. അത് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു. അപ്പം നാദാപുരം വടകരയൊക്കെ മൂപ്പര് ഉറപ്പിച്ച് യു ഡി എഫിനാണ്. ഇപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മൂപ്പരെ തിരഞ്ഞെടുപ്പ് കഴിയോളം ഏകജി സെൻറ്ററിൽ പൂട്ടിയിട്ടൊക്കെയാണ്. കാരണം തുറന്ന് വിട്ടാൽ വിട്ടിട്ടേ പറയുള്ളൂ. മൂപ്പരനല്ലേ നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ RSSുമായി ചേർന്നിട്ടുണ്ട്. മാതൃഭൂമിൻ്റെ അഭിമുഖത്തിൽ പരസ്യമായിട്ട് നമ്മളെല്ലാവരും കണ്ടാണ്. അപ്പോൾ മൂപ്പരെ തുറന്ന് വിട്ടാൽ അപകടമാവുമെന്ന് പിണറായിക്കറിയാം. അപ്പോൾ പിണറായി എന്ത് ചെയ്ത് മൂപ്പരെ ഏകജി സെൻറ്ററിൽ മൂപ്പരും ബാലനെയും EP ജയരാജനൊക്കെ ഏകജി സെൻറ്ററിലാണ് പൂട്ടിയിട്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം തുറന്ന് വിട്ട് ഫസ്റ്റ് ദിവസം മുന്നാണ്ട് തന്നെ പറഞ്ഞ് LDF 90 സീറ്റ് വരെ നേടി അധികാരത്തിൽ വരും. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞ് ഇപ്പോൾ വന്നു കണ്ടതാ പറയുന്നത് BJP ആയിട്ട് ഡീലുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം ആരാണ് അഖിലേന്ത്യാ തലത്തിൽ BJP എതിർക്കുന്നത്. കോൺഗ്രസ്സാണ് അല്ലേ. എത്രയോ കേസ് രാഹുലിൻ്റെ പേരിലും മമതൻ്റെ പേരിലും ED ചോദ്യം ചെയ്യലൊക്കെ ആയിട്ട് പല സംഭവങ്ങളും നടന്നു. എന്നാൽ 10 കൊല്ലത്തിനിടയിൽ ഒരു പറ്റിക്കേസ് പിണറായി വിജയൻ്റെ പേരിലുണ്ടോ? ED ചോദ്യം ചെയ്തോ, NIA ചോദ്യം ചെയ്തോ, CBI ചോദ്യം ചെയ്തോ, ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി ആരെങ്കിലും ഈ പിണറായി വിജയനെ ചോദ്യം ചെയ്തോ? അപ്പോൾ ആരിട്ടാ ഡീൽ എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും അല്ലേ. കാരണം മാസപ്പടി കേസ് ഇല്ല, ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, ക്യാമറ കേസ്, ശബരിമല കേസ്, എല്ലാ കേസും, കരുവന്നൂർ കേസ്, ഒരു കേസും ഇങ്ങോട്ട് പൊന്തി വരുന്നില്ല. എന്താ ഇതിൻ്റെ കാരണം? ആർക്കും ആലോചിച്ചാൽ അറിയാം. കോൺഗ്രസിനെ BJP സഹായിക്കും. കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJP പറഞ്ഞത്. പിന്നെ കോൺഗ്രസിനെ BJP സഹായിക്കും. അപ്പം മൂപ്പരിപ്പോൾ ഈ വാദമൊക്കെ ആയിട്ട് വന്നത് അതൊന്ന് കേട്ടുകൂടി. വോട്ട് എണ്ണി കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നത് നമുക്ക് മനസ്സിലാക്കാം. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, വടകര നിയോജക മണ്ഡലങ്ങളിൽ UDF വേണ്ടി വോട്ട് മറച്ചു നൽകിയതിൻ്റെ പേരിൽ BJPയുടെ 7ഓളം പ്രാദേശിക നേതാക്കളെ സംഘടനയിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കോലി സഖ്യം ഉണ്ടായത് നമുക്ക് അറിയുന്നതാണ്. ആ സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അപ്പൊ കണ്ടില്ല, ഇതന്നെ മൂപ്പർക്ക് എഴുതി കൊടുത്ത് വായിക്കുകയാണ്. സാധാരണഗതിയിലുള്ള വാർത്താ സമ്മേളനമല്ല, എഴുതി കൊടുത്തത് വായിക്കാണ് മൂപ്പര്. കാരണം പാർട്ടിക്ക് അല്ലെങ്കിൽ പിണറായിക്ക് അറിയാം ഇയാൾ വെടിത്തം പറയുന്നു. അപ്പം എന്നാൽ ആദ്യം തന്നെ എഴുതി കൊടുത്ത് വായിച്ചാൽ മതിയല്ലോ. അപ്പോൾ BJP ആയിട്ട് കോൺഗ്രസിന് UDF ഡീലുണ്ട് എന്നുള്ളത് അത് പറയാൻ വരെ എഴുതി കൊണ്ടുവരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ആ എഴുതി കൊടുത്ത് വായിക്കുകയാണ്. പൊട്ടനെന്ന് പറഞ്ഞാൽ സംഭവിക്കാം, പൊട്ടനാണ്. ഇത് സംഗതിയിൽ ഈറ്റങ്ങളൊക്കെ അടച്ചിട്ടൊക്കെയാണ് ഏകജി സെൻറ്ററിൽ. പക്ഷേ ശരിക്കും അടച്ചിടേണ്ടത് പിണറായിനെയാണ്. കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആ ഒരു സാധനത്തിനെയാണ്, പിണറായി എന്ന ആ സാധനത്തിനെയാണ്. CPM-നെ അല്ല ജനം വെറുക്കുന്നത്, LDF-നെ അല്ല. അത് LDF-ലുള്ള ഘടകകക്ഷികൾക്കോ CPM-നോ തിരിച്ചറിയാൻ കഴിയാതെ പോയതാണോ ഇയാളെ തിരുത്താൻ കഴിയാഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല. സംഗതിയിൽ അടച്ചു പൂട്ടിടേണ്ട ഇയാളെയാണ്. ഈ 3 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജനങ്ങളെ കാണിക്കാൻ പാടില്ല. എന്നാൽ ഒരു പ്രതീക്ഷയ്ക്ക് വകണ്ടായിനി. ഇതിപ്പോൾ എന്താ ചെയ്തത്? ഇന്നേ വരെ കേരള ചരിത്രത്തിലില്ലാത്ത വിധം ഓരോ കവലകളിലും വളവുകളിലും ജംഗ്ഷനുകളിലൊക്കെ ആ മാൻട്രാക്കിൻ്റെ മൂന്തയാണ് കൊടുത്ത്. അതാണ് ശരിക്കും അടച്ചിടേണ്ടത്. അത് പോട്ടെ, നമ്മൾ അതിക്ക് കിടക്കണില്ല. അപ്പോൾ ഇപ്പോൾ ഗോവിന്ദൻ സഖാവ് വന്നത് പരാജയം ഉറപ്പിക്കുകയാണ്. കാരണം ഏറ്റവും വലിയ കോട്ടയായ തൃക്കരിപ്പൂര് സന്ദീപ് വാര്യർ മത്സരിക്കുന്നിടത്ത് സന്ദീപ് വാര്യർ 6000 വോട്ടിൽ പരം ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിൽ വന്ന വിശകലനവും സർവേയൊക്കെ വെളിപ്പെടുത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് പോന്നാൽ പേരാമ്പ്ര LDF-ൻ്റെ കൺവീനർ നമ്മളെ UDF-ൻ്റെ കുട്ടിയോട് തോൽക്കും. കൗമിനോട് UDF കൗമുണ്ടല്ലോ, ആ കൗമിനോട് തോൽക്കും LDF കൺവീനർ തോറ്റാൽ പിന്നെ എന്തിനാന്ന്? അപ്പോൾ LDF കൺവീനർ 15000-ൽ പരം വോട്ടിന് പേരാമ്പ്ര തോൽക്കും. അതാണ്
അവസാനം വന്ന വിശകലനം. അതുപോലെ തന്നെ ധർമ്മടത്ത് 52,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിന് പിണറായിക്ക്. അത് ഭൂരിപക്ഷം കൂട്ടുന്ന കേട്ടോ ഇവർ പറയുന്നത്, പിണറായിൻ്റെ അനുകൂലികൾ പറയുന്നത്. പക്ഷേ അവിടെ ഒന്നുകിൽ 5,000, 6,000 അല്ലെങ്കിൽ 10,000-ൽ താഴെ വോട്ടിനായിരിക്കും പിണറായി വിജയൻ ജയിക്കുക. അല്ലെങ്കിൽ 5,000, 6,000 വോട്ടിന് അവിടെ UDF സ്ഥാനാർത്ഥി ജയിക്കും. ഇതാണ് ഒടുവിലെ വിശകലനം, പിന്നെ സർവേ ഒക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് 11 സീറ്റിൽ വരെ UDF ജയിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ വിശകലനം വന്നത്. ബേപ്പൂരിൽ 10,000-ൽ പരം, ബേപ്പൂരിൽ 10,000-ൽ പരം വോട്ടിന് ജയിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിൽ വന്നിട്ടുള്ള വിവരം. അതുപോലെ തന്നെ ആലപ്പുഴയിൽ G. സുധാകരൻ 10,000-ൽ മുകളിൽ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തും. ആറന്മുളയിൽ നമ്മൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അബിൻ വർക്കി 10,000-ൽ മുകളിൽ വോട്ടിന് പരാജയപ്പെടുത്തും. ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ കോട്ടകളൊക്കെ CPM-ൻ്റെ കോട്ടകളും CPM-ൻ്റെ പിന്നെ മന്ത്രിമാരും ഒക്കെ തകർന്നടിയും. 14ഓളം മന്ത്രിമാർ തകർന്നടിയും എന്നുള്ളതാണ്, പരാജയപ്പെടുന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ തളിപ്പറമ്പിൽ ഗോവിന്ദ സഖാവിൻ്റെ ഭാര്യ മത്സരിക്കുന്ന തളിപ്പറമ്പിൽ അവിടെ TK ഗോവിന്ദൻ പാർട്ടി വിട്ടു പോകുന്ന TK ഗോവിന്ദ സഖാവാണ്, അയാൾ വിജയിക്കുമെന്നുള്ളതാണ് പറയണേ കേൾക്കുന്നത്. ആ കോട്ടകളാണ്. അപ്പോൾ ആ കോട്ടകളിലൊക്കെ പരാജയം ഗോവിന്ദ സഖാവ് മണക്കിട്ട്, അല്ലെങ്കിൽ ഗോവിന്ദ സഖാവിനെ മണപ്പിച്ചു കൊടുത്ത ആരെങ്കിലും, അല്ലാതെ പൊട്ടനെ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയൂലല്ലോ. അപ്പോൾ ഗോവിന്ദ സഖാവിനെ കൊണ്ടുകൊണ്ട് LDF-ൻ്റെ ആളുകൾ, നേതാക്കന്മാർ ഇത് മണപ്പിച്ചു കൊടുത്ത് ഇവിടെയൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ആലോചിക്കണമല്ല, സഖാക്കളൊക്കെ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാരോട്, മുഖ്യമന്ത്രി തീരുമാനമായോ, മുഖ്യമന്ത്രി എന്നാ തീരുമാനമാകുക. അതിലൊരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി ആകാൻ പറ്റിയ ആളുകൾ 4-5 ഉണ്ട് UDF-ൽ അല്ലേ. അത് ഏതായാലും CPM-മാർ അമ്പേശി. നമ്മളിൽ പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ആരാ പ്രതിപക്ഷ നേതാവാകുക? CPM പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ, LDF പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ ആരാകും പ്രതിപക്ഷ നേതാവ്? MP രാജേഷ് തോൽക്കുമല്ലോ മന്ത്രി. ധനമന്ത്രി ബാലഗോപാലൻ ഐഷാ പോറ്റിയോട് തോൽക്കുന്നവരുടേക്കാണ്. ഒക്കെ വിശകലനം ചർച്ചയും ഒടുവിലത്തെ സർവേ ഒക്കെ വന്നതാണ്. ബാലഗോപാലൻ തോൽക്കും, അതുപോലെ തന്നെ MP രാജേഷ് തോൽക്കും, മന്ത്രി ഗണേഷ് തോൽക്കും, ആറന്മുളയിൽ നമ്മളെ വീണ ജോർജ് തോൽക്കും. ഇവരൊക്കെ തോറ്റാൽ ആരാ പ്രതിപക്ഷ നേതാവാകുക? പിണറായി സഖാവ് ഏതായാലും ആവില്ല. 40 വണ്ടിൻ്റെ അകമ്പടി വേണം, ബാക്കിൽ യാത്ര ചെയ്യുമ്പോൾ ബാക്കിൽ ഫയർഫോഴ്സ് വേണം, ആംബുലൻസ് വേണം, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും വേണം. പിന്നെ പെട്ടെന്നുള്ള യാത്രയ്ക്ക് മാസത്തിൽ 80 ലക്ഷം രൂപ വാടക കൊടുക്കണ ഹെലികോപ്റ്ററും വേണം. അതൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊന്നും ഇല്ലാതെ എങ്ങനെ അയാൾ ജീവിക്കുക? എങ്ങനെയാണ് അയാൾക്ക് പ്രതിപക്ഷ സ്ഥാനത്ത് കുത്തിർക്കാൻ കഴിയുക? VD സതീശൻ സമ്പാദത്തിന് വെല്ലുവിളിച്ചിട്ട് മുങ്ങിയ ആളാണ് അയാൾ. എങ്ങനെയാണ് അയാൾ VD സതീശൻ്റെ കോൺഗ്രസ്സുകാരും രാഹുൽ മാങ്കൂട്ടൊക്കെ പോയത് ഇയാൾ കഴിച്ചിലായി? എങ്ങനെയാണ് ഇയാൾ നിയമസഭയിൽ മറുപടി പറയുക? അപ്പോൾ ആരാകും പ്രതിപക്ഷ നേതാവ്? അതൊന്ന് തീരുമാനിച്ചങ്ങൾ. നിങ്ങളിൽ ആരാകും പ്രതിപക്ഷ നേതാവ്? സാധ്യത കുറച്ചെന്തെങ്കിലും ഉണ്ടായിരുന്നത് നമ്മുടെ KK ശൈലജ ടീച്ചർക്കാണ്. അതവിടെ 6,000, 10,000-ൻ്റെ അടിയിൽ വോട്ടിൽ പേരാവൂര് തോൽക്കുന്നുള്ളതാണ്. അതിന് തോൽപ്പിച്ചാണ് അവിടെ കൊണ്ടുപോയിട്ടത്. കാരണം മുഹമ്മദ് റിയാസിന് പെട്ടെന്ന് വന്ന് കയറിയിരിക്കാൻ സൗകര്യത്തിന് കഴിവുള്ളവരൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുപോയിട്ടത്. വേറെ കാര്യം, അത് ഈ മൊയൻ്റുകൾക്ക്, ഈ അടിമകൾക്ക് അത് അറിയുമെന്നുള്ളത് വേറെ കാര്യം. അറിഞ്ഞിട്ട് തന്നെ പോയി കുത്തുന്നതാണോ എന്നുള്ളത് അതറിയില്ല. അപ്പം ആരാവും നിങ്ങളെ പ്രതിപക്ഷ നേതാവ്? നിങ്ങളതൊന്ന് തീരുമാനിക്കണം ആദ്യം. എന്നിട്ട് അതൊന്ന് ജനങ്ങളെ അറിയിക്കണം. അപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരാജയപ്പെടാൻ പോവുകയാണ്. തളിപ്പറമ്പിൽ പരാജയപ്പെടും, പേരാമ്പ്ര പരാജയപ്പെടും, നാദാപുരം പരാജയപ്പെടും, രമ വീണ്ടും MLA ആവും, H. സലാം CPM-ൻ്റെ സ്ഥാനാർത്ഥി തോൽക്കും, ആറന്മുളയിൽ വീണ ജോർജ് തോൽക്കും, MP രാജേഷ് തൃത്താലയിൽ തോൽക്കും, ആയിഷാ പോറ്റി UDF കൊട്ടാരക്കര ജയിക്കും, ബാലഗോപാലൻ ധനമന്ത്രി തോൽക്കും. അങ്ങനെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ തോൽക്കും, മന്ത്രിമാർ തോൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിലായിട്ട് വന്നിട്ടുള്ള ചർച്ചകളും പിന്നെ വിശകലനങ്ങളും സർവേകളും സൂചിപ്പിക്കുന്നത്. അപ്പം ഗോവിന്ദ സഖാവ് ഏതായാലും ഈ ഗോവിന്ദ സഖാവിനൊന്നും സെക്രട്ടറി സ്ഥാനത്ത് ഏതായാലും ഇരുത്തില്ല. M. സ്വരാജിനാണ് സാധ്യത. M. സ്വരാജിനെ മിക്കവാറും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടുവരാനാണ് സാധ്യത. കാരണം വിഡിത്തം പറയാനിട്ടല്ല, എന്നാലും അമേരിക്കൻ്റെ കാര്യമൊക്കെ മൂപ്പർ പറയാം. എന്നാലും ഈ ഗോവിന്ദ സഖാവും ബാലൻ സഖാവും EP ജയരാജൻ സഖാവൊക്കെ പറയുന്നതായിട്ട് വിഡിത്തങ്ങൾ വല്ലാതെ പറയലില്ല. അതുകൊണ്ട്
ഗോവിന്ദ സഖാവിൻ്റെ സെക്രട്ടറി സ്ഥാനം തെറിക്കും. അത് എം സ്വരാജിന് തീരുമാനമായിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളെ പിണറായി സഖാവ് മകൻ്റെ ഗൾഫിലേക്ക് മകൻ്റെ അടുത്തേക്ക് പോകാനുള്ള കാലം അവിടെ ജീവിച്ചു തീർക്കും. കാരണം 40 ലക്ഷത്തിൻ്റെ കാലിത്തൊയ്ത്തും ഒക്കെ സ്വന്തം പണം എടുത്തുണ്ടാക്കാൻ കഴിയില്ലല്ലോ. പാവപ്പെട്ട ജനങ്ങളെ പണം കൊണ്ടല്ലാതെ സ്വന്തം പണം എടുത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. 40 ലക്ഷത്തിൻ്റെ കാലിത്തൊയ്ത്തും 4 ലക്ഷത്തിൻ്റെ ചാണകക്കുഴിയും 18 ലക്ഷത്തിൻ്റെ ലിഫ്റ്റും 12 ലക്ഷത്തിൻ്റെ കറ്റനൊന്നും സ്വന്തം പൈസ എത്തുകാൻ ഉണ്ടാക്കില്ലല്ലോ. അപ്പം മകൻ്റെ അടുത്തേക്ക് താമസം മാറ്റാനാണ് പരിപാടി. ഇവിടെ ഉണ്ടാവില്ല, ജയിച്ചാലും MLA സ്ഥാനം രാജിവെക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കൂട്ടരെ ഇവിടെ ഇപ്പോൾ പറയാനുള്ളത് എന്താ അറിയോ, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആര് മുഖ്യമന്ത്രി ആൻഡിയെ ശരിക്കും VD സതീശനാണ്. കാരണം അതിനുള്ള പണിയെടുത്തത് മൂപ്പരാണ്, അതിനുള്ള കഴിവ് മൂപ്പർക്കാണ്. മൂപ്പരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ നടപടി എടുത്തതിനും പാർട്ടിയിൽ പുറത്താക്കിയതിനും ഞാൻ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് അത് ശരിയായിരുന്നു എന്ന് തെളിഞ്ഞു. കാരണം പുറത്താക്കിയിട്ടില്ലെങ്കിൽ, നടപടി എടുത്തിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിക്കുക വേണ്ട. കാരണം LDF അഴിമത്ത് പോകും. കാരണം LDF അഴിമൽ പിടിച്ചായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതുകൊണ്ട് തന്നെ മൊത്തം സീറ്റുകൾ നഷ്ടപ്പെടും. അപ്പോൾ അന്നാ VD സതീശൻ എടുത്ത നടപടി വളരെ ശരിയായിരുന്നു. കാരണം ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചെടുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റൊക്കെ ആക്കാമല്ലോ, പ്രശ്നമല്ലല്ലോ. അപ്പം ഈ കേസുകളൊക്കെ ഒന്ന് അന്വേഷിക്കണം. കരുവന്നൂർ ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, ശബരിമല സ്വർണം കടത്തിയത്, മാസപ്പടി, ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഇതൊന്നും അന്വേഷിക്കില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലെന്തെങ്കിലും ഈ പിണറായിൻ്റെ പേരിലോ മകളുടെ പേരിലൊക്കെ കേസെടുത്തിട്ട് ഒരു ദിവസം ഒരു റിമാൻഡിൽ അല്ലെങ്കിൽ പോലീസ് ലോക്കപ്പിൽ കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകും. കാരണം എത്രയോ മാസങ്ങളോളം കടക്കേണ്ട തെറ്റുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. അത് നശിപ്പിക്കാൻ UDFനല്ല ആർക്കും കഴിയില്ല. കാരണം BJP ഉണ്ട്, നരേന്ദ്രമോദി അമിത്ഷാ ഉണ്ട് അവരെ സഹായിക്കാൻ. അപ്പോൾ അതിനേതായാലും കഴിയില്ല. പക്ഷെ ഒരു ദിവസം ഒരു പോലീസ് അന്വേഷണം ഇവിടെ നടക്കണം. അതിന് വേണ്ട നടപടി UDF സ്വീകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.